ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ലെസൺ ആയിട്ടുള്ള ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോമിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ പോം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്നതുകൊണ്ട് പോയറ്റ്, അതായത് കവി, ഉദ്ദേശിക്കുന്നത് എന്താണ്? The poet means that the child looked out into unfamiliar distant places. അപ്പോൾ എന്താണ്? അറിയാത്ത ദൂരെയുള്ള സ്ഥലത്തേക്കാണ് നോക്കുന്നത്, കുട്ടി നോക്കുന്നത് എന്നാണ് പോയിറ്റ് ഉദ്ദേശിക്കുന്നത്. മെറ്റമോർഫിക്കലി എക്സ്പീരിയൻസിങ് എ സെൻസ് ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് അഡ്വെഞ്ചർ ഫ്രം ദ വിൻറ്റേജ് പോയിന്റ് ഓഫ് ദ ചെറി ട്രീ. അപ്പോൾ എന്താണ് ഈ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ അഡ്വെഞ്ചേഴ്സ്, അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യം, ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? അപ്പോൾ ഹൗ വാസ് ഏബിൾ, അപ്പോൾ എങ്ങനെയാണ് കുട്ടിക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിച്ചത്? By climbing the cherry tree, the child gained a higher perspective that allowed them to see beyond their usual surroundings. അപ്പോൾ എന്താണ്, അവിടെ ഒരു ട്രീയിൽ ക്ലൈംബ് ചെയ്തപ്പോൾ അവർ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ, അതിൻ്റെ കൂടുതൽ എന്നും കാണുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. This elevated position provide view of neighboring gardens, the rivers, roads and other places the child had never seen before ground level. അപ്പോൾ എന്താണ്, ഗ്രൗണ്ട് ലെവലിൽ സാധാരണ കാണാൻ കഴിയാത്ത റിവറും റോഡും പാർക്കും പ്ലേസസും ഒക്കെ ഇവർക്ക് ഇങ്ങനെ ചെറി ട്രീയുടെ മേലേക്ക് കയറിയപ്പോൾ കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. Why did the child see from the tree? അപ്പോൾ ട്രീയിൽ നിന്ന് ചൈൽഡ് എന്തൊക്കെയാണ് കണ്ടത്? The neighboring garden adorned with flowers. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള, അലങ്കരിച്ചിട്ടുള്ള ഒരു ഗാർഡൻ. Many pleasant places that were new and unfamiliar. അപ്പോൾ പുതിയതും നമ്മൾ അൺഫെമിലിയറുമായിട്ടുള്ള കുറേ പ്ലസൻറ്റ് പ്ലേസസ് കണ്ടു. The river which appears like a mirror reflecting the sky. അപ്പോൾ എന്താണ്, സ്കൈനെ, ആകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു റിവറിനെ കണ്ടു. ഡസ്റ്റി റോഡ്സ് വിത്ത് പീപ്പിൾ വാക്കിംഗ് ടു ടൗൺ. അപ്പോൾ എന്താണ്, ആകെ പൊടി പിടിച്ചിട്ടുള്ള ഈ ആൾക്കാരൊക്കെ ടൗണിലേക്ക് നടന്നു പോകുന്ന ഒരു റോഡും കണ്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? അപ്പോൾ റിവർ എന്ന് പറയുന്നത് സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ആണെന്ന് പോയറ്റ് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ പറഞ്ഞത്? The poet uses this metaphor to describe how the river reflects the blue sky above it, creating a mirror-like effect. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് ഒരു മെറ്റഫറാണ്. അപ്പോൾ ഇത് പോയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് സ്കൈ റിവറിൽ റിഫ്ലക്റ്റ് ആയിട്ട് കിടക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്കൈ റിഫ്ലക്റ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഒരു മിറർ ലൈക്ക് എഫക്റ്റ് അവിടെ വരുന്നുണ്ടെന്നാണ് പോയിറ്റ് പറയുന്നത്. ദിസ് കമ്പാരിസൺ എംഫസൈസസ് ദ ക്ലാരിറ്റി ആൻഡ് റിഫ്ലക്റ്റീവ് ക്വാളിറ്റി ഓഫ് ദ റിവർ സർഫേസ്. അപ്പോൾ എന്താണ്, ഇത് എന്തുണ്ടാക്കുന്നുണ്ട്, റിവറിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ റിവറിനുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള റിഫ്ലക്റ്റീവ് ക്വാളിറ്റിയെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ,
Then അടുത്ത ചോദ്യം, why does the poet mean by grown up river? Grown up river എന്നതുകൊണ്ട് പോയിറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? The term grown up river suggests that the river has matured and widened as it flows towards the seas. അപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിവർ ഹാസ് മെച്ചുവർഡ്, റിവർ ഒന്നുകൂടി മെച്ചുവർ ആവുകയും ചെയ്യും, വൈഡൻ ആവുകയും ചെയ്യും, അതായത് വീതി കൂടുകയും ചെയ്യും. എങ്ങോട്ട് പോകുമ്പോൾ? ഈ സീയിലേക്ക്, അതായത് കടലിലേക്ക് ഒഴുകി പോകുമ്പോൾ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ലാർജർ മോർ സിഗ്നിഫിക്കൻറ്റ് ബോഡി ഓഫ് വാട്ടർ കമ്പയർ ടു സ്മോളർ സ്ട്രീംസ് ഓർ ബ്രൂക്സ്. അപ്പോൾ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ വാട്ടറിന്, അതായത് റിവറിൻ്റെ വലിയ ബോഡി, അതായത് സീയിലേക്ക് പോകുമ്പോൾ എന്താണ് വൈഡൻ ആവും, സാധാരണ സ്ട്രീംസിലൊക്കെ ആണെങ്കിൽ സ്മോൾ ആയിരിക്കും. ഇനി അടുത്തത്, ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി സീ, അതായത് കടലും അതുപോലെ തന്നെ ഷിപ്സും ഒക്കെ കാണുന്നത്? ഇഫ് ദ ചൈൽഡ് കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ദാൻ ദ ചെറി ട്രീ ദേ ക്ലൈംബ്ഡ്, they believe they would be able to see further distances. അപ്പോൾ എന്താണ് ഈ ചെറി ട്രീനേക്കാൾ വലിയ ഒരു ട്രീ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി അതിന്മേൽ കയറിയിട്ട് ഒന്നും കൂടി ദൂരമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ദിസ് ഹയർ vantage point would potentially allow them to see where the river meets the sea, where ship sail symbolizes the child's desire for exploration and discovery. അപ്പോൾ എന്താണ്, അപ്പോൾ അങ്ങനെ കയറിയാൽ ഈ ചെറിയ റിവറൊക്കെ സീയിലേക്ക് മീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കപ്പലൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നത്, പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ കുട്ടിയുടെ എക്സ്പ്ലോറേഷൻ, അതായത് ഇങ്ങനെ ഓരോന്ന് കാണാനും ഡിസ്കവറി ചെയ്യാനും ഒക്കെ ഉള്ള കുട്ടിയുടെ ഉള്ളിലത്തെ ആ ഡിസയർ, ആ ആഗ്രഹത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next question number 7, what does the child expect to find in fairyland? അപ്പോൾ ഈ ഫെയറിലാൻഡിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ഈ ചൈൽഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? The child expects to find a magical place where all children gather to dine at 5 o'clock and where playthings come to life. അപ്പോൾ എന്താണ്, എല്ലാ ചിൽഡ്രൻസും 5 മണിക്ക് ശേഷം ഡൈൻ ചെയ്യുന്നതും മാത്രമല്ല, എന്താണ് എല്ലാ ഈ പ്ലേ തിങ്സ്, അതായത് ഈ ടോയ്സിനൊക്കെ ഇങ്ങനെ അവർ ശരിക്കുമുള്ള ഓരോ ക്യാരക്ടറായിട്ട് ലൈഫിലേക്ക് വരുന്നതും. ദിസ് റിഫ്ലക്ട്സ് ദ ചൈൽഡ്സ് ഇമാജിനേറ്റീവ് ലോങ്കിങ് ഫോർ എ ഫാന്റാസ്റ്റിക്കൽ വേൾഡ് where ordinary objects or activities are transformed into extraordinary experiences. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ആ കുട്ടിയുടെ ഒരു ഇമാജിനേഷൻ പവറിനെയും മാത്രമല്ല, എന്താണ് ഈ ടോയ്സിനൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി, അതായത് ഓർഡിനറി ഒബ്ജക്ട്സിനൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒബ്ജക്ട്സ് ആയിട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, അതായത് സാധാ ഇപ്പോൾ കളിക്കുന്ന ടോയ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ആ ടോയ്സിനൊക്കെ ശരിക്കും ലൈഫിലേക്ക് വരിക, ജീവനൊക്കെ ഉണ്ടായിട്ട് വരിക. അപ്പോൾ അങ്ങനത്തെ കുട്ടിയുടെ ഒരു ഇമാജിനറി പവേഴ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? എപ്പോഴാണ് പ്ലേ തിങ്സ് ശരിക്കുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്? അക്കോർഡിംഗ് ടു ദ ചൈൽഡ് എക്സ്പെക്റ്റേഷൻ, ഈ കുട്ടിയുടെ എക്സ്പെക്റ്റേഷൻ വെച്ച് പ്ലേ തിങ്സ് കം അലൈവ് ഇൻ ഫെയറിലാൻഡ്. ഫെയറിലാൻഡിൽ നമ്മൾ ഈ കാർട്ടൂൺസിലൊക്കെ കാണുന്നത് പോലെ ഫെയറിലാൻഡിൽ എന്ത് സംഭവിക്കും? ഈ പ്ലേ തിങ്സിനൊക്കെ ജീവൻ വരും. ദിസ് സജസ്റ്റ് എ മാജിക്കൽ ഓർ ഇമാജിനറി റിയൽം വേർ toys have the ability to move, talk, interact as if they were living beings, fulfilling the child's imaginative fantasies. അപ്പോൾ എന്താണ്, നമ്മൾ ഈ കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലെ ഈ ടോയ്സ് എന്ത് ചെയ്യും? കളിക്കും, ചിരിക്കും, സംസാരിക്കും, നമ്മുടെ കൂടെ നടക്കും. അപ്പോൾ അങ്ങനത്തെ സാധാ ഒരു ലിവിങ് തിങ്സിൻ്റെ പോലെ ആക്ട് ചെയ്യുന്നത് പോലെയാണ് പറയുന്നത്. ഓക്കെ.
Then our first activity number 1, the child enjoy the sights from the top of the tree. അപ്പോൾ എന്താണ് ഈ മരത്തിൻ്റെ മേലേക്ക് കയറിയപ്പോഴുള്ള ഈ സൈറ്റ്സ് ഒക്കെ, അതായത് ഈ കാഴ്ചകളൊക്കെ കുട്ടി നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കുട്ടി കണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. The child sees the garden next door with us adorned with flowers. അപ്പോൾ എന്താണ് കുട്ടി അപ്പുറത്തുള്ള ഒരു ഫ്ലവർ കൊണ്ട്, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ഗാർഡൻ കണ്ടു. The child also sees many pleasant places that had never seen before. അപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. The child could see the skies mirror like dimpling rivers and also the dust road across which the people tramping into town. അപ്പോൾ എന്താണ് പിന്നെ കണ്ടത് ഈ കുട്ടി? പിന്നെ എന്താണ് റിവർ കണ്ടു, ഡിംപ്ലിംഗ് റിവർ, അതായത് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ഡിംപ്ലിംഗ് റിവേഴ്സ് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് റിവേഴ്സ്? സ്കൈ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, ആകാശം ആ ഈ റിവറിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മിറർ പോലെ കാണുന്നുണ്ട്. അത് ഡിംപിൾ ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ കല്ലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കുഴിയായിട്ട് പോയില്ല, അങ്ങനെ ഡിംപിൾ ചെയ്തിട്ടുള്ള റിവറാണ്. പിന്നെ എന്താണ്? അത് മാത്രമല്ല ഡസ്റ്റി റോഡ്, പൊടി പിടിച്ച് കിടക്കുന്ന റോഡ് കണ്ടു. ആ റോഡിലൂടെ എന്താ പീപ്പിളൊക്കെ ഇങ്ങനെ, ജനങ്ങളൊക്കെ ഇങ്ങനെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് കുട്ടി മരത്തിൻ്റെ മേലെ കയറിയപ്പോൾ കണ്ടത്. Then B question, have you ever tried to look out into the street from the tree or the top of a building? എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ട്രീറ്റിലേക്കോ അങ്ങനെ എന്തിലേക്കെങ്കിലും ഒരു ട്രീയുടെ മേലെ കയറിയിട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ടോപ്പിൽ നിന്ന് നോക്കിയിട്ടുണ്ടോ? If you have, what did you see? If you haven't, what do you expect to see? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടതെന്ന് എഴുതുക. then ഇല്ലെങ്കിൽ എന്തൊക്കെ കാണുമെന്ന് എഴുതുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത്, അതായത് ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ഓർ ടോപ്പ് ഓഫ് ദി ട്രീ കയറിയിട്ട് കണ്ട കാര്യങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട കാഴ്ചകൾ എഴുതുക, ഓർ കണ്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കാണുക കൂട്ടുകാരുടെ ഇമാജിനേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. യെസ്, I have looked out from a tree before. അപ്പോൾ എന്താണ് ഞാൻ ഒരു ട്രീയുടെ മേലെ കയറിയിട്ട് നോക്കിയിട്ടുണ്ട്. I saw the whole neighborhood. അപ്പോൾ ഞാനങ്ങനെ കയറി നോക്കിയപ്പോൾ എനിക്ക് ചുറ്റുപാടുമുള്ള എല്ലാ നൈബേഴ്സിനെയും ഒരുമിച്ച് കാണാൻ പറ്റി. ദ ബിസി റോഡ്, അപ്പോൾ റോഡ് എങ്ങനെയാണ്? നല്ല ബിസിയാണ്, നല്ല തിക്കും തിരക്കും ആയിട്ടാണുള്ളത്. സം ആർ ഡ്രൈവിംഗ് കാർസ്, അപ്പോൾ ചിലവർ എന്താണ് കാർ ഓടിക്കുന്നുണ്ട്. സം ആർ വാക്കിംഗ്, ചിലവർ നടക്കുന്നുണ്ട്. then കുട്ടികൾ എന്താ ചെയ്യുന്നത്? ആൻഡ് കിഡ്സ് പ്ലേയിങ് ഇൻ ദയർ യാർഡ്സ്, അപ്പോൾ കുട്ടികളൊക്കെ അവരുടെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഞാൻ കയറി നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ കൂട്ടുകാർ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളെ പറ്റിയിട്ട് വേണം കൂട്ടുകാർ എഴുതാനായിട്ട്. ഇനി കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാർ ഇമാജിൻ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 2, look at the following lines from the poem. അപ്പോൾ പോമിലെ കുറച്ച് ലൈൻസ് ആണ്, അപ്പോൾ അത് നോക്കി നോക്കാം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. The words tree and me end with the same sound, similar hands and lands end with the same sound. They are rhyming words. അപ്പോൾ എന്താണ് റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്? സെയിം സൗണ്ട് കൊണ്ട് അവസാനിക്കണം, അതായത് ട്രീ, മീ ട്രീ, സെയിം സൗണ്ട് അല്ലേ വരുന്നത്? അതുപോലെ സെയിം സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. വേറൊരു എക്സാമ്പിളാണ് ഹാൻഡ്സ്, ലാൻഡ്സ്, ഹാൻഡ്സ്, ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരം വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റൈം മീൻസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ ദ പോം. അപ്പോൾ പോമിലെ ഡിഫറെൻറ്റ് ലൈൻസിൽ എൻഡ് ചെയ്യുന്ന സെയിം സൗണ്ട് വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം ആൻഡ് സർക്കിൾ ദം. അപ്പോൾ എന്താണ് പോമിലെ റൈമിംഗ് വേർഡ്സ് കൂട്ടുകാർ നോക്കുക, then അത് സർക്കിൾ ചെയ്ത് വെക്കുക.
Then look at the above stanza again. അപ്പോൾ എന്താ above stanza ഒന്നും കൂടി നോക്കാം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. അപ്പോൾ ഇതിൽ എന്താണ് ആദ്യത്തെ ട്രീ മീ സെയിം സൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ അതിന് എ എന്ന് വിളിച്ചു, എ എന്ന് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഹാൻഡ്സും ലാൻഡ്സും ആണ്. അപ്പോൾ അത് മീ ഹാൻഡ്സ് അത് രണ്ട് സൗണ്ടാണ്. അപ്പോൾ നമ്മൾ വേറെ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തു. ആ ലെറ്ററാണ് ബി, എ ബി. അപ്പോൾ ഹാൻഡ്സും ലാൻഡ്സും സെയിം സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബി എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ദ ഫസ്റ്റ് 2 ലൈൻസ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് ട്രീ മീ സെയിം സൗണ്ടിൽ അവസാനിക്കും. വിച്ച് ഈസ് മാർക്കഡ് എ. അപ്പോൾ അത് നമ്മൾ എ വെച്ച് മാർക്ക് ചെയ്തു. ദെൻ ഹാൻഡ്സ് ലാൻഡ്സ് വരുന്നത് വേറെ സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്തു. ദ റൈമിങ് സ്കീം ഓഫ് ദ പോം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൈമിങ് സ്കീം കിട്ടി. ആ റൈമിങ് സ്കീമാണ് എന്ത് ലാസ്റ്റ് എ ബി. അപ്പോൾ ഇവിടുത്തെ റൈമിങ് സ്കീമാണ് എന്ത് എ ബി. Rhyme scheme is the pattern of rhymes in the poem. അപ്പോൾ പോമിലെ റൈംസിലെ പാറ്റേൺസിനെയാണ് നമ്മൾ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റൈമിംഗ് സ്കീം ഏതാണ് എ ബി. ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻസ. അപ്പോൾ ഈ സ്റ്റാൻസയിലത്തെ റൈമിംഗ് സ്കീം ഏതായിരിക്കും? അപ്പോൾ ലാസ്റ്റത്തെ ലൈൻ നോക്കാം. ഗാർഡൻ ലൈ മൈ ലൈ ഐ. അപ്പോൾ ലൈ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ എന്ത് വരും? അതും എ വരും. ദെൻ പ്ലേസസ് മോർ ബിഫോർ. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. അപ്പോൾ അവിടെ ബി വരും. അപ്പോൾ ഇവിടുത്തെ റൈമിംഗ് സ്കീം എന്താ എ ബി. എന്താണ് എ ബി. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. അപ്പോൾ പോമിലെ ലൈൻസ് നമുക്ക് നോക്കാം. ആൻഡ് ലുക്ക് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. ദ വേർഡ് അബ്രോഡ് ഫോറിൻ. അബ്രോഡ് ഒന്ന് നോക്കുക, ദെൻ ഫോറിൻ ഒന്ന് നോക്കുക. അവിടെ എന്താണ് സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് നമ്മൾ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അസണൻസ്. അപ്പോൾ അത് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു അസണൻസ് ക്രിയേറ്റ് ചെയ്യും. സെയിം വവൽ സൗണ്ട് വരുമ്പോൾ, അതായത് അബ്രോഡ് ഫോറിൻ. ദ വേർഡ്സ് അബ്രോഡും ഫോറിനും. അപ്പോൾ അത് എന്താണ് സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അസണൻസ് എന്ന് വിളിക്കും. ദ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ഇൻ എ ലൈൻ ഈസ് കോൾഡ് അസണൻസ്. അപ്പോൾ ഒരു ലൈനിലെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അസണൻസ് എന്ന് വിളിക്കും. ഇത് നമ്മൾ എന്ത് കൂടെ വിളിക്കും? വവൽ റൈം എന്ന് കൂടെ നമ്മൾ വിളിക്കും. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫോർ ദ അസണൻസ് ഫ്രം ദ പോം. അപ്പോൾ ഈ പോമിൽ നിന്ന് അസണൻസിൻ്റെ വേറെ എക്സാമ്പിൾ എടുത്തെഴുതാൻ. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഫൈൻഡ് ഹയർ ഐ ലൈ അഡൗണ്ട് ബിഫോർ റിവർ സ്ലിപ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. Then activity 4, look at the following lines. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? അലിറ്ററേഷൻ ആണ്. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ. അപ്പോൾ ഇതിൽ അലിറ്ററേഷൻ ഏതാണ് വരിക? പ്ലസൻറ്റ് പ്ലേസ്. ആദ്യത്തെ സൗണ്ട് നോക്കുക. റൈമിംഗ് വേർഡ്സ് നമ്മൾ ലാസ്റ്റത്തെ സൗണ്ടാണ് നോക്കിയത്. അങ്ങനെയല്ല, മാത്രമല്ല ഇത് ഒരു ലൈനിൽ ഒറ്റ ലൈനിൽ വരുന്ന ഫസ്റ്റ് സൗണ്ട് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ്. ആ സൗണ്ട് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിറ്ററേഷൻ. അലിറ്ററേറ്റ്. ദ വേർഡ് പ്ലസൻറ്റ് ആൻഡ് പ്ലേസസ് ആർ അലിറ്ററേറ്റ് that I had never seen before. ഇനി എന്താ നെക്സ്റ്റ്? ഫൈൻഡ് ഔട്ട് മോർ examples of alliteration from the following stanzas. അപ്പോൾ ഈ കുറച്ച് സ്റ്റാൻസാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അലിറ്ററേഷൻ എടുത്ത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. I saw the dribbling river pass and the sky's blue looking glass. The dusty roads go up and down with people tramping into town. Tramping town. സൗണ്ട് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താ? അതൊരു അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. If I could find a higher tree further and further, I should see toward the grown-up river slips into the sea among the ships. Toward the road on either hand lead onwards into fairyland where all the children dine at 5 and all the playthings come alive. അപ്പോൾ ഇതിൻ്റെ അലിറ്ററേഷൻസ് ഇനി നമുക്ക് എടുത്ത് എഴുതി നോക്കാം.
അപ്പോൾ ഏതൊക്കെയാണ്? ഡസ്റ്റി ഡൗൺ, ഡ് സൗണ്ട് റിപ്പീറ്റഡ് ആണ്. ഡസ്റ്റി ഡൗൺ, ഡ്. ഇനി ട്രാമ്പിങ് ടൗൺ, ട്രാമ്പിങ് ടൗൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് സീ ഷിപ്പ്, സൗണ്ട് റിപ്പീറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് ലീഡ് ലാൻഡ്, ലീഡ് ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അലിറ്ററേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ യൂണിറ്റിൽ ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്രയും പറഞ്ഞത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.